ഒരു ദിവസമേ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ച്, പെണ്ണില്ലാതെ ഒരാണിന് ജീവിക്കാൻ കഴിയുമോ എന്ന്. അന്ന് ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. ഒരു പെണ്ണില്ലാതെ ഒരാണിന് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഒരാണില്ലാതെ ഒരു പെണ്ണ് ചിലപ്പോൾ ജീവിച്ചേക്കാം. പക്ഷേ എൻ്റെ ആ ഉത്തരം വളരെ തെറ്റായിപ്പോയി. ഇന്നലെ ഒരു ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു ഫേസ്ബുക്ക് വഴി. തിരുവനന്തപുരംകാരനാണ്. പുള്ളിയുടെ ഒരു ജീവിതാനുഭവം എന്നോട് പങ്കുവെച്ചു. പുള്ളി കല്യാണം കഴിച്ചു. ഭാര്യയ്ക്ക്, പുള്ളിയുടെ വൈഫിന് കുഞ്ഞുണ്ടാകുന്നതൊന്നും ഇഷ്ടമല്ല. എന്തോ ഇതുകൊണ്ട് ആ പുള്ളിക്കാരി പ്രഗ്നൻ്റായി. ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷെ അവർക്ക് ആ കുഞ്ഞിനെ വേണ്ട, കുഞ്ഞിനെ നോക്കാനും വയ്യ. അവർക്ക് ഡിവോഴ്സ് വേണം, ബന്ധം പിരിയണം. അവസാനം കോടതി ചെന്നപ്പം കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞ് അവരുടെ കയ്യിലാണ്. അവസാനം കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ആ ചേട്ടൻ കുടുംബസ്വത്ത് എഴുതി കൊടുക്കേണ്ടി വന്നു. എഴുതി കൊടുത്തിട്ട് ആ ചേട്ടനും ചേട്ടൻ്റെ അമ്മയും ഇപ്പോൾ വാടകയ്ക്ക് നിന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച്, ലോൺ എടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചു. ഇപ്പോൾ ആ ആൺകുഞ്ഞിനെ നോക്കുന്ന അമ്മയായിരുന്നു. അമ്മ കുറച്ച് നാൾ മുന്നേ മരിച്ചുപോയി. ഇപ്പോൾ ആ ചേട്ടനും ആ കുഞ്ഞുമേ ഉള്ളൂ. ആ മോനിപ്പോൾ 14-15 വയസ്സായി. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വേറൊരു കല്യാണം വേണ്ട, എൻ്റെ മോൻ മതിയെന്നും പറഞ്ഞ് ഞാൻ ജീവിച്ചതാണ്. ആലോചിച്ച് നോക്കി, അങ്ങനെയുണ്ട് ജീവിതം. പെണ്ണുങ്ങൾ മാത്രം നല്ലതല്ല അല്ലേ? പെണ്ണുങ്ങളും അത്ര നല്ലതല്ല, എന്നാൽ നല്ലവരും ഉണ്ട്. അതുപോലെ ആണുങ്ങളെ എല്ലാവരും കുറ്റം പറയണ്ട കേട്ടോ. ആണുങ്ങളിലും ഉണ്ട് നല്ലവർ. ഒരു പെണ്ണില്ലാതെ സ്വന്തം മോന് വേണ്ടി ജീവിക്കുന്ന ആളുകളും ഉണ്ട്.